ഏറ്റവും ഒടുവിലത്തെ നാഷണൽ സാമ്പിൾ സർവേ അനുസരിച്ച് കേരളത്തിൽ ആശുപത്രികളിൽ പോകുന്നവരിൽ 63% ആളുകളും സ്വകാര്യ ആശുപത്രികളെയാണ് ഇപ്പോഴും ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ പൊതുമേഖലയിലുള്ള ആശുപത്രികൾ നന്നായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും കൂടുതൽ ആളുകൾ ഇപ്പോഴും സ്വകാര്യ ആശുപത്രികളിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സമീപകാലത്ത് വന്നിരിക്കുന്ന ഒരു പ്രവണത എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഇടത്തരം പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ഉണ്ടായിരുന്ന സ്വകാര്യ ആശുപത്രികളെ വലിയ തോതിൽ വൻകിട കമ്പനികൾ വന്ന് ഏറ്റെടുക്കുകയാണ്. ആരോഗ്യരംഗവുമായി ഒരു ബന്ധവുമില്ലാത്ത വൻകിട ബഹിരാഷ്ട്ര US യൂറോപ്യൻ കമ്പനികൾ വന്ന് ഈ ആശുപത്രികളെ ഏറ്റെടുക്കുകയാണ്. ഈ ആശുപത്രി ഉടമസ്ഥന്മാർ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള വൻ തുക കൊടുത്താണ് ഈ ആശുപത്രികളെ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷം വരെ 20,000 കോടി രൂപയുടെ മൂലധന നിക്ഷേപം നമ്മുടെ ഈ ആശുപത്രികളിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന നമ്മുടെ സ്വകാര്യ ആശുപത്രികളെ മുഴുവൻ ഇങ്ങനെ വലിയ തോതിൽ ഒരു ടേക്ക് ഓവർ അമേരിക്കൻ ബഹിരാഷ്ട്ര കമ്പനി ഉൾപ്പെടെ ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ആതിഥ്യമായ ഒരു ഫലം എന്ന് പറയുന്നത്, നേരത്തെ ഈ ആശുപത്രി ബില്ലുകൾ താങ്ങാവുന്നതായിരുന്നു. പക്ഷേ ഈ ബഹിരാഷ്ട്ര കമ്പനികൾ ലാഭാധിഷ്ഠിതമായി പ്രവർത്തിക്കുന്നതുകൊണ്ട് വലിയ ബില്ലുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും കേരളത്തിലെ ക്യാൻസർ വളരെ കൂടിയിരിക്കുകയാണ്. അതുപോലെ തന്നെ പ്രായമായവരുടെ 60 വയസ്സിൽ കൂടുതലുള്ളവരുടെ ആയുർദൈർഘ്യം വളരെ കൂടുതലാണ്. കേരളത്തിൽ ധാരാളം ആളുകൾ ഇപ്പോൾ ഇൻഷുറൻസ് എടുക്കുന്നുണ്ട്. ഈ അനുകൂല സാഹചര്യങ്ങളെല്ലാം പ്രയോജനപ്പെടുത്തി വൻകിട ബഹിരാഷ്ട്ര മൂലധനം ഈ ആശുപത്രികളിലേക്ക് വരുന്ന ഈ പ്രവണതയ്ക്ക് എന്തെങ്കിലും ഒരു തടസ്സം, നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നാണ് പാർട്ടിയുടെ തീരുമാനം. ഇന്നലെ ചേർന്ന പാർട്ടി വളരെ ഇക്കാര്യത്തിൽ ഉത്കണ്ഠ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സർക്കാരിന് നമ്മൾ അഭ്യർത്ഥിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്.